ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതവചനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 68-ാമത്തെ വാക്യം. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പക്കൽ ജീവൻ്റെ വാക്കുകളുണ്ട്. ജീവൻ്റെ വാക്കുകൾ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ ചെന്ന് കഴിയുമ്പോൾ, സ്തോത്രം, അവൻ്റെ ജീവിതത്തിൽ വലിയ ധൈര്യം, ആശ്വാസം, ചൈതന്യം ഇതൊക്കെ ലഭിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പത്രോസ് ഇവിടെ യേശുവിനോട് പറഞ്ഞൊരു വാക്കാ, ആരുടെ അടുക്കൽ പോയാലും ഞങ്ങൾക്ക് ജീവൻ്റെ വാക്കുകൾ കിട്ടില്ല, ജീവനുള്ള ചൈതന്യമുള്ള വാക്കുകൾ കിട്ടില്ല. അതിന് കാരണമുണ്ട്. പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയ്ക്കൽ ഒഴിഞ്ഞ പടകുമായി നിന്നപ്പോഴാ യേശു അവിടേക്ക് വരുന്നത്. ആ പടകിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, പത്രോസേ, നീ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വല വീശ്. സ്തോത്രം. പത്രോസ് തിരിച്ചു പറയുന്നു, അതാ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, പക്ഷെ നിന്റെ വാക്കിന് വലയിറക്കാം. നോക്ക്, വല കഴുകിയതാ. നിരാശയുടെ ആ പടക് ശൂന്യതയാ, വല ശൂന്യതയാ. ഒരു നിരാശയുടെ ദിവസമാണ്. ആ നിരാശയുടെ സമയത്ത് നിൽക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം കൂടെ വലയെറിയുവാൻ നാഥൻ കൽപ്പിക്കുന്നത്. അപ്പൊ നോക്ക്, ആ വാക്ക് കേട്ട് പത്രോസ് വലയിറക്കുന്നു, പെരുത്ത മീൻകൂട്ടം ലഭിക്കുന്നു. എന്ന് വെച്ചാൽ നോക്ക്, ജീവന്റെ വാക്ക്, ചൈതന്യത്തിന്റെ വാക്ക്. പ്രൈസ് ദി ലോർഡ്. ശൂന്യമായി നിന്ന നിരാശയുടെ സമയത്ത് വലിയൊരു പ്രതീക്ഷ തൻ്റെ പക്കലേക്ക് വരിക. അതുകൊണ്ട് പത്രോസ് പറയുന്നത്, സ്തോത്രം, നിന്നിൽ വലിയ പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. കാരണം നിന്റെ വാക്കുകൾ പ്രതീക്ഷയുടെ വാക്കുകളാ, പ്രത്യാശയുടെ വാക്കുകളാ, ജീവന്റെ വാക്കുകളാ. അത് ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് കിട്ടൂല. മറ്റു പലതും ഞങ്ങൾക്ക് കിട്ടും. നോക്കണം, ശമരിയാക്കാരി സ്ത്രീയെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്ന ഒരു സ്ത്രീ. സ്തോത്രം. അവളെ സംബന്ധിച്ചോളം 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഉച്ചയ്ക്കാണ് വെള്ളം കോരുവാനായിട്ട് അവൾ വരുന്നത്. അവൾ നിലവിലുള്ളതിലൊന്നും സന്തോഷവതി അല്ലായിരുന്നു എന്ന് അവളുടെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്, അവളുടെ പ്രവൃത്തി തെളിയിക്കുന്നുണ്ട്. കാരണം സാധാരണ വെള്ളം കോരുവാൻ വരേണ്ടത് യഹൂദ അവരുടെയൊക്കെ സിസ്റ്റം അനുസരിച്ച്, ആ കസ്റ്റമൊക്കെ അനുസരിച്ച് വൈകുന്നേരങ്ങളിലാണെന്നാണ് പറയപ്പെടുന്നത്. ഉച്ചയ്ക്ക് വന്നത് ആരും കാണാതിരിക്കാനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് പറയാനൊരു വാക്ക്, യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം, യേശുവുമായി ഒരല്പസമയം സംസാരിച്ച ശേഷം അവളുടെ ജീവിതത്തിൻ്റെ ശൈലി മാറി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവൾ കുടം വച്ചിട്ട് പട്ടണത്തിലേക്ക് ചെല്ലുക. ആരും കാണാതെ നട്ടുച്ചയ്ക്ക് വെള്ളം കോരിക്കൊണ്ടു പോകുവാൻ വന്നവൾ. അവൾ നിലവിലുള്ള സാഹചര്യത്തിൽ അവൾ അസന്തുഷ്ടി, അവൾ ഒരിക്കലും സന്തോഷമുള്ളവളല്ല. ആരും തന്നെ കാണുന്നതിലോ ആരോട് സംസാരിക്കുന്നതിലോ ഇടപഴകുന്നതിലോ ഇഷ്ടപ്പെടാത്തവൾ യേശുവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ കുടം വെച്ചിട്ട് ഓടുകയാണ്. പട്ടണത്തിൽ ചെന്ന് പറയുകയാണ്, ഞാനൊരു മനുഷ്യനെ കണ്ടു, അവൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന മഷികയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ സന്തോഷം, അവളുടെ ആ കാലസ്തോത്രം, അവളുടെ ആ സന്തോഷത്തിൻ്റെ ആ സ്തോത്രം, ആ എക്സ്പ്രഷനൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നോക്ക, ജീവൻ കൊടുത്ത എന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ നിരാശ മാറുകയാണ്. അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച ആ ഏകാന്തത മാറുകയാണ്. ഈ മക്കളെ, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ജീവന്റെ വാക്കുകളാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എത്ര ആ സ്തോത്രം വാക്കുകളിൽ എനിക്കിതിനകത്ത് പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുരുടനായിരുന്ന ആ ഭർത്തമായിയെ നമുക്കറിയാം, നിലവിളിക്കുക, അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്ന ആൾക്കാരെ നമുക്കറിയാം. പക്ഷേ അവൻ അധികം നിലവിളിച്ചു. പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട, പ്രത്യാശ നഷ്ടപ്പെട്ട ആ മനുഷ്യന്
കാഴ്ച ലഭിച്ച് സന്തോഷത്തിൽ പോകുന്നത് നമ്മളൊന്ന് കണ്ടില്ലേ? യേശുവിൻ്റെ അടുക്കൽ മാത്രമേ ജീവന്റെ വാക്കുകളും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഇസബേലിനെ പേടിച്ച് തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും, തനിക്ക് ഇസബേലിന്റെ കൈ കൊണ്ട് മരിക്കരുതെന്നേ ഉള്ളൂ. മരണത്തെ ഏലിയാവിന് പേടിയൊന്നും. ഏലിയാവ് മരിക്കാൻ തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇസബേലിന്റെ കൈ കൊണ്ട്, അല്ലെങ്കിൽ അവളുടെ ആളുകളുടെ കൈ കൊണ്ട് മരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അവനോടി, നമുക്കറിയാം, ഹോരേബിൽ ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുമ്പോൾ യഹോവയുടെ ശബ്ദം അവൻ കേൾക്കും. ആ ശബ്ദം അവനെ വീണ്ടും ചൈതന്യപ്പെടുത്തുക, വീണ്ടും ധൈര്യപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം അവൻ പ്രാപ്തിയുള്ളവനായി തീരും. അപ്പം ദൈവത്തിൻ്റെ ശബ്ദം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ചൈതന്യം തരുന്നത്, ശക്തി തരുന്നത്, മുൻപോട്ട് പോകുവാനുള്ള ആ ഊർജം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് സ്തോത്ര കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഓരോന്ന് ചിന്തിച്ചാലും നിരാശയിലായ, ദുഃഖത്തിലായ, ഭാരത്തിലായവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് മടങ്ങിപ്പോകുന്നത് ചൈതന്യം പ്രാപിച്ച്, ഹല്ലേലൂയ, വിടുതൽ പ്രാപിച്ച്, ഓ ജീസസ്, പോകുന്നത് നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടേ. ഈ വചനവുമായി നമ്മൾ ചേർത്തൊന്ന് പിടിച്ചിട്ട് നമുക്കിങ്ങനെ പറയാം. ഹല്ലേലൂയ. പത്രോസിൻ്റെ വാക്കുകളോട് ചേർന്ന് നമുക്ക് പറയാം, നിന്റെ പക്കൽ ജീവനുള്ള വചനമുണ്ട്, ജീവനുള്ള വാക്കുകളുണ്ട്. അത് വേറെ എങ്ങും നിന്നും കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ എങ്ങു നിന്നും ആ വാക്ക് എനിക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെങ്കിൽ ഞങ്ങൾ പോയാൽ മീനെ പിടിക്കാനായിട്ട് പറ്റും. പത്രോസ് പറയും, ഞങ്ങൾ പോയാൽ മീനെ പിടിക്കാൻ പറ്റും. ഞങ്ങൾ പോയാൽ പല്ല് സ്തോത്രം ഇതുപോലെ ഇപ്പോൾ കിട്ടിയതുപോലെ കുറച്ചു നേരത്തെ അപ്പോൾ ഒക്കെ കിട്ടിയെന്നിരും. പക്ഷേ ചൈതന്യം വരുത്തുന്ന ജീവനുള്ള വാക്കുകൾ നിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ പത്രോസിന് കിട്ടിയ വെളിപ്പാടാണ് ഈ പകൽക്കാലം ചിന്തിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചത്. സ്തോത്രം. യിരെമ്യാവിൻ്റെ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അപ്പോൾ 2 ദോഷം ചെയ്തത് എന്താ? ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. അപ്പം ദൈവത്തിൻ്റെ പ്രത്യേകത ജീവജലം കൊടുക്കുന്നതാണ്. സ്തോത്രം. എഹെസ്കേൽ പ്രവചനത്തിൽ 37-47 2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ 2 എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വാക്ക്, സ്തോത്രം, അവിടെ പുറപ്പെടുമ്പോൾ നോക്കണം, അസ്ഥി ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ഒഴുകുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന, സ്തോത്രം, ഹല്ലേലൂയ, നോക്കണം, ആ വെള്ളം ചെന്ന് ചേരുന്ന, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ജീവനില്ലാത്ത ഒരു നദിയിലേക്കാണ് ചെന്ന് ചേരുന്നത്. സ്തോത്രം. ആ നദിയിൽ ചെല്ലുമ്പോൾ നോക്കണം, ഈ നദി ചെല്ലുന്നിടത്തെല്ലാം ജീവിക്കുന്ന, ചലിക്കുന്ന പ്രാണികളുണ്ടെന്ന്. അതിൻ്റെ കരയും സ്തോത്രം വൃക്ഷങ്ങൾ കൊണ്ട് നിറയുകയാണ്. അപ്പം നോക്ക്, ദൈവത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്, ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്നുള്ളത് ജീവൻ ലഭിക്കുന്നു, ചൈതന്യം ലഭിക്കുന്നു, വളർച്ച ലഭിക്കുന്നു, ഉയർച്ച ലഭിക്കുന്നു. ഇതാ ദൈവമക്കളെ ഇന്ന് പകൽക്കാലവും നാം ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിക്കുവാൻ കാരണം. നമ്മുടെ വാക്കുകളൊക്കെ അങ്ങനെയാകട്ടെ, ദൈവത്തിൻ്റെ വാക്കായി മാറട്ടെ. പത്രോസിന് ഈ വെളിപ്പാട് കിട്ടിയതുപോലെ നമുക്കും ഈ വെളിപ്പാട് കിട്ടട്ടെ. നിന്റെ പക്കൽ ജീവൻ്റെ വാക്കുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവിപ്പിക്കുന്ന വാക്കുകൾ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഏതാണ്ട് 5000 പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്ന ഒരു സമൂഹം അങ്ങേ വിട്ട് ഓടിപ്പോകുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, പത്രോസ് ഒരു വെളിപ്പാട് പറയുകയാണ്.
നിന്റെ പക്കൽ ജീവൻ്റെ വാക്കുകളുണ്ട്, നിത്യജീവൻ്റെ വാക്കുകൾ. അതെ, ഞങ്ങളെ ജീവിപ്പിക്കുന്ന, ചൈതന്യം വരുത്തുന്ന, ഉയർത്തുന്ന, നന്മ തരുന്ന ആ വാക്കുകൾ നിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ, വേറെ ആരുടെയും കയ്യിൽ നിന്ന് കിട്ടില്ല. ആ വെളിപ്പാട് പത്രോസിന് ലഭിച്ചതുപോലെ അങ്ങേ കണ്ടെത്തുന്ന എല്ലാവർക്കും, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ആ വെളിപ്പാടിൻ്റെ തലത്തിലേക്ക് അവരെ ഒന്ന് ഉയർത്തണമേ. ഈ പ്രഭാതത്തിലെ ചിന്ത ആ മേഖലകൾ ജനത്തെ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.